ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കളിക്കാം ചിരിക്കാം എന്നുള്ള യൂണിറ്റിലെ കളിമേളം എന്ന പാഠമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കാട്ടിലെ കായികോത്സവം എന്നത് ഈ ഒരു പാഠഭാഗവും ഇതിലെ പ്രവർത്തനവുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് വരാം. കളിമേളം. കളി കഥയിലേക്ക് പകർന്നേറുകയാണ് ഇവിടെ. നാട്ടിൽ നിന്ന് കാട്ടിലേക്കും കളി പരന്നെത്തുന്നു. അപ്പോൾ കളി എന്ന് പറയുന്നത് എന്താണ്? നാട്ടിൽ നിന്നും കാട്ടിലേക്ക് എങ്ങനെയാണ് പറന്നു പോകുന്നത് എന്നതിനെ ആസ്പദമാക്കിയുള്ള ഒരു പാഠഭാഗമാണ് ഇത്. കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നമ്മൾ ആദ്യത്തെ പാഠഭാഗത്ത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കാട്ടിലെ കായികോത്സവമാണിത്. നമ്മൾ നാട്ടിലെ കളികളാണ് കണ്ടിട്ടുള്ളത്. ഇനി കാട്ടിലെ കളികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മൊബൈൽ ഫോണുമായി നാട് ചുറ്റാൻ ഇറങ്ങിയതായിരുന്നു വ്ളോഗർ കുഞ്ഞരിപ്രാവ്. കാടരികെ LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടു. ഇതെന്ത് കളി? അവൾ അങ്ങോട്ട് പറന്നു. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള വരിക്കപ്ലാവിന്റെ ഉയർന്ന കൊമ്പിൽ തന്നെ അവൾ ചെന്നിരുന്നു. അവിടെ ഇരുന്നാൽ സ്കൂളിലെ കാഴ്ച മുഴുവൻ ഒപ്പിയെടുക്കാം. ഓട്ട മത്സരം, കസേരക്കളി, ചാക്കുചാട്ടം, നാരങ്ങ സ്പൂണ്, ലോങ് ജമ്പ്, മൊത്തത്തിൽ കളിമേളം തന്നെ. കുഞ്ഞരിപ്രാവ് ആ കളികളെല്ലാം മൊബൈലിൽ പകർത്തി. ഓട്ട മത്സരത്തിന്റെ ലൈവ് വീഡിയോ യൂട്യൂബിലിടുകയും ചെയ്തു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്ക് കറുകപ്പുൽ മൈതാനത്ത് സായാഹ്ന സഭയുടെ സമയമായിരുന്നു. എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു വന്നാലും പിന്നെയും പന്ത് കളിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടവിടെ. കാട്ടിൽ ഇപ്പോൾ പഴയ പോലെ രാജഭരണമല്ല. ലോറ എന്ന പെൺസിംഹത്തിനാണ് കാടിന്റെ ചുമതല. കഴിഞ്ഞ വേനൽക്കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ചക്കക്കൊമ്പനെ ഫോട്ടോ ഫിനിഷിലെന്ന പോലെ മറികടന്നാണ് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ നേതാവിന്റെ മുന്നിൽ ഒരു കളിയും നടക്കില്ലെന്ന് കാട്ടിലെ കുഴിമണിയന്മാർക്ക് പോലും അറിയാം. അതുകൊണ്ട് സകലരും സമയത്തെത്തും. എല്ലാവർക്കും മുന്നേ ലോറ ഹാജരാകും. ലോറയുടെ അധ്യക്ഷതയിൽ സായാഹ്ന സഭ തുടങ്ങി. നമ്മുടെ കാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം. കുഞ്ഞരിപ്രാവ് വിഷയം അവതരിപ്പിച്ചു. അതെന്താ? സംശയക്കാരനായ ഡിങ്കു കഴുത ചോദിച്ചു. ഡിങ്കു, ഇടക്ക് കയറി കളിക്കല്ലേ, അവൾ മുഴുവൻ പറയട്ടെ. ചക്കക്കൊമ്പൻ നീരസം പ്രകടിപ്പിച്ചു. കാട്ടിൽ എല്ലാവരും ചേർന്നുള്ള കായിക മത്സരമാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുഞ്ഞരിപ്രാവ് വ്യക്തമാക്കി. ഓ, ഇന്നുച്ചയ്ക്ക് നീയിട്ട ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതേപോലെ ഒന്ന് അല്ലേ? മൂളൻ തേനീച്ച ചോദിച്ചു. മേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കായിക മന്ത്രി തിരക്കുകൂട്ടി. ഓട്ടം, ചാട്ടം, വടംവലി, മരം കയറ്റം, ഊഞ്ഞാലാട്ടം, മുങ്ങാങ്കുഴി, റിലേ, ഒന്നിനു പിറകെ ഒന്നായി നിർദ്ദേശങ്ങൾ വന്നു. എന്നാൽ നാളെ തന്നെ നടത്താം. കീരൻ കരടി ഉത്സാഹത്തിലായി. ഒരുക്കങ്ങൾക്കും മറ്റും സമയം വേണം കീര, അല്ലെങ്കിൽ കളി കുളമാവും. ലോറ കീരന്റെ ധൃതിക്ക് തടയിട്ടു. എന്നാൽ ഇപ്രാവശ്യത്തെ വനദിനത്തിലാവട്ടെ, അതുവരെ കളത്തിനു പുറത്ത് നിന്ന കേളുക്കുറുക്കൻ കിട്ടിയ അവസരത്തിൽ ഗോളടിച്ചു. ആ നിർദ്ദേശം ഹർഷാരവങ്ങളോടെ സ്വീകരിക്കപ്പെട്ടു. കേളുവിന്റെ മുഖത്ത് ഒരു സ്വർണ്ണ മെഡൽ തെളിച്ചം. കുഞ്ഞുകുരുവി കായികമേള കമ്മിറ്റിയുടെ ചെയർമാനും ചിന്നുമുയൽ കൺവീനറും ഏതാനും അംഗങ്ങളെ കൂടി ചേർത്തി നീലവാനരൻ കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കി. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ച സായാഹ്ന സഭയ്ക്ക് മുമ്പ് പേര് തരണം, കുഞ്ഞുകുരുവി ഓർമ്മിപ്പിച്ചു. നാളെ മുതൽ പേര് കൊടുത്തു തുടങ്ങിക്കോളൂ. എന്നാൽ 90ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാം, ചിന്നുമുയൽ കൂട്ടിച്ചേർത്തു. കറുകപ്പുൽ മൈതാനത്ത് വനദിനത്തിൽ കായികമേള ഗംഭീരമായി നടത്താമെന്ന തീരുമാനത്തോടെ സഭ പിരിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ കായികോത്സവത്തിനുള്ള പരിശീലനം തകൃതിയായി നടന്നു. കാടാകെ കളിക്കളമായി. വനദർശൻ ചാനലിന്റെ ക്യാമറാമാൻ ചെമ്പരന്ത് പരിശീലന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ലൈവായി സംപ്രേഷണം ചെയ്തു. കായികോത്സവ ദിനമായി പുലരും മുമ്പ് തന്നെ കാട് മുഴുവൻ മൈതാനത്തിലെത്തി. റണ്ണൻ ചീറ്റപ്പുലി മാർച്ച് പാസ്റ്റ് സല്യൂട്ട് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ ആരംഭിച്ചു. അയൽക്കാടുകളിൽ നിന്നടക്കമുള്ള വനമാധ്യമ പ്രവർത്തകരും ബ്ലോഗർമാരും ക്യാമറകളും ഡ്രോണുകളുമായി കളത്തിലിറങ്ങി. അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു. മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ ദീർഘദൂര ഓട്ടമത്സരത്തിന് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. വടക്കേ മൂലയിൽ പുള്ളിമാൻ ലോങ് ജമ്പിന് തുടക്കമിട്ടു. കാട്ടുചോലയിൽ പൊന്മാന്റെ നേതൃത്വത്തിൽ മുങ്ങാങ്കുഴി ആരംഭിച്ചു. എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആവേശം മൂത്ത് ചിലയിടത്തൊക്കെ കാണികൾ കളത്തിലിറങ്ങി. അതോടെ കളി കാര്യമാവുകയും ചെയ്തു. അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചുകടുവ സമയോചിതമായി ഇടപെട്ടു. അങ്ങനെയാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത്.
അച്ചുവിനോട് കളിച്ചാൻ അവൻ കളി പഠിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. വിജയികളെ അപ്പോൾ വിജയപീഠത്തിൽ കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു. മൈതാനത്ത് ആർപ്പുവിളികൾ ഉയർന്നു. ക്യാമറകൾ തുരുതുരാ മിന്നി. ജേതാക്കൾ സന്തോഷക്കണ്ണീരണിഞ്ഞു. പൊരുതി തോറ്റവർ പുഞ്ചിരിച്ചുകൊണ്ട് സങ്കടക്കണ്ണീർ മായ്ച്ചു കളഞ്ഞു. വിജയികളുമായി അഭിമുഖം നടത്താൻ ചാനലുകാർ തമ്മിൽ ഉഗ്രൻ വടംവലി നടന്നു. ജേതാക്കൾക്കൊപ്പം സെൽഫി എടുക്കാൻ ആരാധകർ ഗുസ്തി പിടിച്ചു. ലോറയും ചില മത്സരങ്ങളിൽ ഒരു കൈ നോക്കി. പഞ്ചഗുസ്തിയിൽ നേടിയ വെങ്കലം അവൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. എങ്കിലും ഒട്ടും നിരാശ തോന്നിയില്ല. മേള തീർന്നു പോകരുതേ എന്ന് ഓരോരുത്തരും കൊതിച്ചു. കളികളിൽ മുഴുകുമ്പോൾ വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു. എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിന് പുറമെ കായികോത്സവവും നടത്തും. പ്രായമായവർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും പങ്കെടുക്കാനുള്ള ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തും. ലോറയുടെ പ്രഖ്യാപനത്തോടെയാണ് കായികോത്സവം കൊടിയിറങ്ങിയത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കാട്ടിലെ കായികോത്സവം. അപ്പോൾ നാട്ടിലെ പോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നടക്കുന്ന പോലെ തന്നെ കാട്ടിലെ മൃഗങ്ങൾ ഒരു കായികോത്സവം സംഘടിപ്പിച്ചതാണ് അല്ലേ. എന്തായാലും നല്ല രീതിയിൽ തന്നെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. കായികോത്സവം അവസാനിച്ചു എന്നതിന് പകരം കൊടിയിറങ്ങി എന്നാണ് കഥയിൽ പറഞ്ഞത്. ഇതുപോലെ മറ്റെന്തെല്ലാം പ്രയോഗങ്ങൾ കഥയിലുണ്ട് കണ്ടെത്തി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണുള്ളത്? ഹർഷാരവങ്ങളോടെ, പൊരിച്ച്, തകൃതിയായി, ഇഞ്ചോടിഞ്ച് പോരാട്ടം, കളി കാര്യമാവുക, ഫോട്ടോ ഫിനിഷിൽ എന്ന പോലെ, നാട് ചുറ്റാനിറങ്ങി, ഒപ്പിയെടുക്കാം, ഗോളടിച്ചു, കളി പഠിപ്പിക്കും, വടംവലി നടന്നു, ഗുസ്തി പിടിച്ചു, ഒരു കൈ നോക്കി, വിജയപീഠത്തിൽ കയറ്റി നിർത്തി. ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. കാട്ടുകായികമേളയിലെ ഇഷ്ടപ്പെട്ട ഒരിനം തിരഞ്ഞെടുത്ത് TV ചാനലിനു വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മത്സരം എടുത്തിട്ട് നമുക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനുള്ളത് നോക്കാം. നമസ്കാരം നീരു. കാട്ടുകായികമേളയിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കായികമേള പുരോഗമിക്കുകയാണ്. വാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഇനം മരംകയറ്റ മത്സരമാണ്. ഏറ്റവും കൂടുതൽ മരങ്ങൾ കയറി റെക്കോർഡ് ഇട്ടിട്ടുള്ള പിങ്കി കുരങ്ങൻ മരം കയറി യൂണിറ്റിന്റെ പ്രസിഡന്റായ കിണ്ടൻ കരടി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനായ കുഞ്ഞനണ്ണൻ എന്നിവരാണ് മത്സരാർത്ഥികൾ. വേഗതയുടെ പര്യായമായ കുഞ്ഞനണ്ണൻ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്നവരുടെ അഭിപ്രായം. ധാരാളം മൃഗങ്ങളാണ് മത്സരം കാണാൻ കാട്ടിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ മത്സരം ആരംഭിക്കുന്നതാണ്. ക്യാമറാമാൻ അമ്മുത്താറാവിനോടൊപ്പം സുന്ദരിപ്രാവ്, വനദർശൻ ന്യൂസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, കാട്ടിലെ കായികോത്സവത്തിന്റെ പത്രവാർത്തയുടെ വ്യത്യസ്ത തലക്കെട്ടുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള കുറച്ച് തലക്കെട്ടുകൾ നമുക്ക് എഴുതി നോക്കാം അല്ലെ. ആവേശകരമായിട്ടുള്ള ഒരുപാട് തലക്കെട്ടുകൾ നമുക്ക് എഴുതാം. കാട്ടിലെ കായികമേള, ആവേശത്തിരയിൽ മൃഗങ്ങൾ, ലോറയുടെ പ്രഖ്യാപനം, കായികോത്സവം എല്ലാ വർഷവും, കാട്ടുകായികമേള സമാപിച്ചു, വിജയികൾക്ക് മെഡൽ, ഓട്ട മത്സരത്തിൽ പുള്ളിപ്പുലിക്ക് ഒന്നാം സ്ഥാനം, ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനാൽ കുറുക്കനെ അയോഗ്യനായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് തലക്കെട്ടുകൾ നമുക്കിതിന് നൽകാവുന്നതാണ്. ഇതോടുകൂടി ഈ പാഠഭാഗം കഴിഞ്ഞു. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ഒളിമ്പിക്സ് പരിശീലനമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.